വെൽക്കം ബാക്ക് ടു ലിലീസ് കിച്ചൺ മാജിക്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കക്ക ഇറച്ചി ഫ്രൈ ചെയ്തതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നോൺ വെജ് ഡിഷാണ്. ആദ്യം ഞാനിവിടെ കക്ക ഇറച്ചി നന്നായിട്ട് കഴുകി തീയിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് കൊടംപുളിയും ഉപ്പും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റത്തേക്ക് നമ്മളിതൊന്ന് മൂടി വെക്കേണ്ടതായിട്ടുണ്ട്. ഇത് കായലിലത്തെ കക്ക ഇറച്ചിയാണ്. ഇതിന് ഒത്തിരി കാൽസ്യമുള്ളൊരു ഡിഷാണ്. അതുപോലെ തന്നെ കക്ക ഇറച്ചി എന്ന് പറയുമ്പോൾ ചെറിയ കക്കയിറച്ചിയുണ്ട്, അതുപോലെ വലിയ കക്കയിറച്ചിയുണ്ട്. നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് വലിയ കക്കയിറച്ചിയാണ്. ഇതിപ്പോൾ അത്യാവശ്യം വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം ഇത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് തേങ്ങാക്കൊത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് കൂടുതൽ ഇഷ്ടമുള്ളവർ കൂടുതൽ ഇടാവുന്നതാണ് കേട്ടോ. തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് പച്ചമുളകാണ്. 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളല്ലാതെ മസാലപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഇഞ്ചിയാണ്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി ഉണ്ടായിരുന്നു. ഇഞ്ചിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്തത് നമുക്ക് ആഡ് ചെയ്യേണ്ടതാണ് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്നിത് ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ആദ്യം നന്നായിട്ട് ഉളുമ്പ് കളഞ്ഞിട്ടെടുക്കണം, അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ടാകും. നന്നായിട്ട് പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകി നല്ല ഇതായിട്ട് എടുക്കണം. ഇത് എത്രയും നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ പൊടികൾ ആഡ് ചെയ്യണം. ആദ്യം നമുക്ക് കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി നമ്മളിവിടെ ഇടുന്നുണ്ട്. ഇനി അടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി നമുക്ക് കുറച്ചധികം വേണം. ആദ്യം ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ടത്, അതിന് ശേഷമാണ് മുളക് പൊടി ഇട്ടത്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടാവുന്നതാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഈ പൊടി ഇതൊന്നും നന്നായിട്ട് ആ മസാലയൊന്ന് പിടിച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നേരം ഈ ഒരു പരുവത്തിൽ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കേണ്ട താമസമേ ഉള്ളൂ. നമുക്കൊരു ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കടുക് പൊട്ടി തീർന്ന് കഴിയുമ്പോഴത്തേക്കും ഇനി അടുത്തായിട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഏകദേശം ഒന്ന് മൂത്ത് വരേണ്ട താമസമേ ഉള്ളൂ. മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് അതേപോലെ കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കക്ക ഇറച്ചി ഫ്രൈ ചെയ്തത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് നമ്മുടെ കക്ക ഇറച്ചി ഫ്രൈ ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എണ്ണയുടെ ഇതൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കക്ക ഇറച്ചി ഫ്രൈ ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ചേരുവകളെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്